പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 6-ാമത്തെ അധ്യായം മൈക്കൽ ഫാരഡേയും തോമസ് ആൽവ എഡിസണും. അധ്യായം 6 മൈക്കൽ ഫാരഡേയും തോമസ് ആൽവ എഡിസണും. 1821 മൈക്കൽ ഫാരഡേ എന്ന ഇംഗ്ലീഷുകാരനായ ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി പ്രയോഗത്തിൽ കൊണ്ടുവന്നത് പക്ഷേ തോമസ് ആൽവ എഡിസൺ എന്ന അമേരിക്കക്കാരനായ എഞ്ചിനീയറാണ്. വ്യാവസായാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും തോമസ് എഡിസൺ ഒരു കമ്പനിക്ക് തുടക്കമിട്ടു. എഡിസൺ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനി. അമേരിക്കൻ വീടുകളിലെ ഒട്ടുമിക്ക പ്രവൃത്തികളും ചെയ്യുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. പാചകത്തിന് കുക്കിംഗ് റേഞ്ച്. പാചകവാതകത്തോടെ അത്ര താല്പര്യം കാണിക്കുന്നില്ല പൊതുവെ അമേരിക്കക്കാരൻ. പാചകവാതകം പൈപ്പ് വഴി വീടുകളിൽ എത്തിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെങ്കിലും തറ വൃത്തിയാക്കാൻ യന്ത്രമനുഷ്യത്തി. ഞങ്ങൾ അവളെ ലീല എന്ന് വിളിക്കുന്നു. ഗാരേജിൻ്റെ ഷട്ടർ പൊക്കാനും താഴ്ത്താനും ഇലക്ട്രിക്കൽ സംവിധാനം. മതിലും ഗേറ്റുമുള്ള വീടാണെങ്കിൽ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും റിമോട്ട് കൺട്രോൾ സിസ്റ്റം. അമേരിക്കയിൽ ഗേറ്റുകൾ താനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമെന്ന് ആളുകൾ അതിശയത്തോടെ പറയുന്നത് ഞാൻ എൻ്റെ കൗമാരകാലത്ത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അതൊരു പുതുമയല്ലാതായിരിക്കുന്നു. വീട് കാവലിന് ഇലക്ട്രോണിക് സംവിധാനം. ഫയർ സ്റ്റേഷനെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. വീട് തണുപ്പിക്കാൻ കറണ്ട്. തണുപ്പ് കാലത്ത് ചൂട് പകരാൻ കറണ്ട്. അമേരിക്കക്കാർക്ക് പ്രാണവായു പോലെ വിലപ്പെട്ടതാണ് ഇൻ്റർനെറ്റ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റുമില്ല. നെറ്റില്ലാത്ത അവസ്ഥ നീണ്ടുപോവുകയാണെങ്കിൽ കരയ്ക്കു പിടിച്ചിട്ട മീനിനെ പോലെ അമേരിക്ക പിടഞ്ഞുകൊണ്ടിരിക്കും. പിടഞ്ഞ് നിശ്ചലമായെന്നും വരും. അധ്യായം 7 അലക്സ. മൊബൈലോളം പോന്ന ഒരു ഇലക്ട്രോണിക് ചെറുക്കൻ. അവനാണ് അലക്സ. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇവൻ അമേരിക്കയിലെ വീട്ടമ്മമാരുടെ ഇഷ്ടത്തോഴനാണ്. അമ്മമാർ കുട്ടികൾക്ക് പാപ്പ കൊടുക്കുന്നതും പാല് കൊടുക്കുന്നതും അലക്സയുടെ സഹായത്തോടെയാണ്. അലക്സ, പാലപ്പള്ളി സോങ് ഫ്രം കടുവ മൂവി. കുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നു. അലക്സ പാടിത്തുടങ്ങുന്നു. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. അലക്സ, അയ്യപ്പ സോങ് ഹരിവരാസനം. ഗാനഗന്ധർവൻ്റെ അലൗകിക സ്വരത്തിൽ അലക്സ പാടുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം. അലക്സ, സ്വിച്ച് ഓൺ ദ ബാക്ക് യാർഡ്. അലക്സ ബാക്ക് യാർഡിലെ ലൈറ്റുകൾ തെളിയിക്കുന്നു. വീടിൻ്റെ മുമ്പിലെ ചെറിയൊരു ചലനം പോലും അലക്സ കാണാതിരിക്കുന്നില്ല. അവൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. മോഷൻ ഡിറ്റക്റ്റഡ് അറ്റ് ദ ഫ്രണ്ട് ഡോർ. പുറത്തൊരു ചലനം കാണുന്നു. സൂക്ഷിക്കുക. നമുക്ക് അലക്സയോട് ആവശ്യപ്പെടാം. അലക്സ, ഷോ മീ ദ ഫ്രണ്ട് ഡോർ എന്ന് പറയേണ്ട താമസം വീടിൻ്റെ മുൻഭാഗം സ്ക്രീനിൽ തെളിയുന്നു. പുറത്ത് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം. ഇനിയും ഒരുപാട് സേവനങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി ഇത്തിരി കുഞ്ഞൻ ചെയ്തു തരുന്നുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്നേരം ഇവനെപ്പോലെ ഒരുത്തനെ കൂടെ കൂട്ടണമെന്ന് ഞാനും ശ്രീമതിയും നിശ്ചയിച്ചിട്ടുണ്ട്. പവർ കട്ട് അമേരിക്കയിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നു. 2 വർഷത്തിലൊരിക്കലോ മറ്റോ. എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ആ പവർ കട്ടുണ്ടല്ലോ, ഭീകരമായിരിക്കും. മിക്കവരും പാചകത്തിന് ഇലക്ട്രിസിറ്റിയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ പാചകവാതകം സ്റ്റോക്ക് ഉണ്ടാവില്ല. പവർ കട്ട് ഇൻ്റർനെറ്റ് സംവിധാനത്തെ കൂടി ബാധിക്കുകയാണെങ്കിൽ എല്ലാം നിശ്ചലം. തണുത്തുറഞ്ഞ ആർട്ടിക് പ്രദേശം കണക്ക്. പവർ കട്ടിൻ്റെ സുഖം ഞങ്ങളും ഈയിടെ അനുഭവിച്ചറിഞ്ഞു. 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ കറണ്ട് വന്നത്. ബാർബിക്യൂ അടുപ്പുണ്ട് വീടിൻ്റെ ബാക്ക് യാർഡിൽ. ഒരു മിനി ഗ്യാസ് കുറ്റി ബാർബിക്യൂവിന് വേണ്ടി സ്റ്റോക്ക് ചെയ്തത് ഭാഗ്യമായി. നമ്മൾ മലയാളികൾ തണുപ്പെന്നും ഇന്നാട്ടുകാർ ചൂടെന്നും പരാതി പറയുന്ന വേനൽക്കാലമായിരുന്നു. രാത്രി വെട്ടമില്ല, വെളിച്ചമില്ല, AC ഇല്ല. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കറണ്ട് വരും പോകും, പോകും വരും. നമ്മൾ ഇന്ത്യക്കാർക്കിത് ഒരു സാധാരണ സംഭവം മാത്രം. എപ്പോൾ വൈദ്യുതിയിൽ നിലയ്ക്കുമെന്നും എപ്പോൾ മടങ്ങി വരുമെന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് മുൻകൂട്ടി അറിയിപ്പ് വന്നിരുന്നു. പറഞ്ഞ സമയത്ത് വൈദ്യുതി നിലച്ചു. പ്രവചിച്ച മണിക്കൂറിൽ തിരിച്ചു വന്നു. ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരുന്ന മേജർ എക്യുപ്മെൻറ്റുകളിലൊന്ന് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു പവർ ഡിപ്പാർട്ട്മെൻറ്റ്. സത്യം പറഞ്ഞാൽ 36 മണിക്കൂർ പവർ കട്ടല്ല ഞങ്ങളെ വിഷമിപ്പിച്ചത്. തൊട്ടപ്പുറത്തെ ലൊക്കാലിറ്റിയിൽ കറണ്ട് കട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെ പഴക്കം ഇങ്ങനെ. ചേട്ടാ, കറണ്ട് പോയി, ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചു നോക്കൂ.
ചേട്ടൻ ജനാല തുറക്കുന്നു. അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പാളി നോക്കുന്നു. തോമാച്ചേട്ടൻ്റെ വീട്ടിലും കറണ്ട് ഇല്ലടി. എന്നാ വിട്ടേക്ക്, എങ്ങോട്ടും വിളിക്കാനൊന്നും പോകണ്ട. ഇലക്ട്രിസിറ്റി പോലെ തന്നെ കുറ്റമറ്റതാണ് വാട്ടർ സപ്ലൈ സിസ്റ്റം. ടൗൺഷിപ്പിൽ ഏതൊക്കെ വഴിക്കാണ് വാട്ടർ പൈപ്പുകൾ പോകുന്നതെന്ന് അത് കൈകാര്യം ചെയ്യുന്നവർക്കേ അറിയാവൂ. കോമ്പൗണ്ടിനകത്തോ പുറത്തോ മതിൽ കെട്ടാനോ മറ്റോ കുഴിയെടുക്കണമെങ്കിൽ സിറ്റി ഓഫീസിൻ്റെ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ മുൻകൂട്ടി വാങ്ങിയിരിക്കണം. ഭൂമിക്കടിയിൽ വാട്ടർ പൈപ്പോ വൈദ്യുതി കേബിളോ ഉണ്ടെങ്കിൽ അവർ വന്ന് അവിടെ മാർക്ക് ചെയ്ത് തരും. നടുറോട്ടിൽ പൈപ്പ് പൊട്ടുന്നതും വെള്ളം ചീറ്റുന്നതും റോഡ് തോടാകുന്നതും കണ്ടു പരിചയിച്ച എനിക്ക് ഈ നാട്ടിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന ഇച്ഛാഭംഗം ചെറുതല്ല. പൊട്ടിയ പൈപ്പിൽ നിന്ന് ചീറ്റുന്ന വെള്ളത്തിൽ സൂര്യരശ്മി തട്ടുമ്പോൾ വിരിയുന്ന 7 നിറമുള്ള മഴവില്ലിൻ്റെ ചാരുത ഒന്ന് വേറെ തന്നെ. അധ്യായം 8. പർഗോളയും ബാസ്ക്കറ്റ്ബോൾ നെറ്റും പിന്നെ ചിമ്മിനിയും. മിൽപിറ്റാസിലെ മിക്ക വീടുകളുടെ ബാക്ക്യാർഡിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റുമേഞ്ഞ ഒരു 4 കാൽ മണ്ഡപം കാണും. മരപ്പലകകൾ പാകിയ തറ, മരം കൊണ്ട് തീർത്ത ചതുരൻ മരക്കാലുകൾ. മരം അമേരിക്കക്കാരുടെ ദൗർബല്യമാണല്ലോ. ഇവിടെയുള്ളവർ, അമേരിക്കക്കാരായാലും മറ്റു രാജ്യക്കാരായാലും, അതിഥികളെ സ്വീകരിക്കുന്നത് ഈ മണ്ഡപത്തിലാണ്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്, പർഗോള. മലയാളത്തിൽ വള്ളിക്കുടിൽ. വേണമെങ്കിൽ വള്ളിച്ചെടികൾ പടർത്തി മണ്ഡപം വള്ളിക്കുടിലാക്കാം. അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടില്ല. ചെറിയ പാർട്ടികളും പർഗോളയിൽ നടത്താം. വേണ്ടത്ര സ്ഥലമുണ്ടാവും ബാക്ക്യാർഡിലും. വീടിൻ്റെ ഫ്രണ്ട് യാർഡിനേക്കാൾ വിശാലമായിരിക്കും ബാക്ക്യാർഡ്. ബാക്ക്യാർഡ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടായും പ്രയോജനപ്പെടുന്നു. ഒറ്റക്കാലിലുറപ്പിച്ച ഫ്രെയിമും ഫ്രെയിമിലുറപ്പിച്ച നെറ്റും വീടുകളുടെ ബാക്ക്യാർഡിൽ ഒഴിച്ചുകൂടാത്തതാകുന്നു. മലയാളത്തിലെ ഒരു പഴമ്പാട്ടിൽ പറയും പോലെ, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. വീടായാൽ വിശാലമായ ബാക്ക്യാർഡ് വേണം. ബാക്ക്യാർഡിൽ പർഗോള വേണം. ഒരു ബാസ്ക്കറ്റ്ബോൾ നെറ്റും വേണം. അമേരിക്കയുടെ പ്രിയപ്പെട്ട കളിയാണ് പോലും ബാസ്ക്കറ്റ്ബോൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ തന്നെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ പരിപാലനത്തിന് ബാസ്ക്കറ്റ്ബോൾ പ്രാക്ടീസ് ഉപകരിക്കുമെന്നതിനാലാവാം വീടിൻ്റെ പിറകുവശം ബാസ്ക്കറ്റ്ബോൾ കോർട്ടായി മാറുന്നത്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. സ്വന്തം വീടുകളുടെ ബാക്ക്യാർഡിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഉണ്ടെങ്കിലും അരുണോ അരുണിൻ്റെ ചങ്ങാതിമാരിൽ ആരെങ്കിലുമോ ബാസ്ക്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. മലയാളികൾക്കിപ്പോഴും ഫുട്ബോളിലാണ് കമ്പം. ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾ നടക്കുമ്പോഴാണ് അമേരിക്കൻ മലയാളികളുടെ ഫുട്ബോൾ പ്രണയത്തിൻ്റെ തീവ്രത ഞാൻ തിരിച്ചറിഞ്ഞത്. സെമി ഫൈനൽ, ഫൈനൽ കളികൾ കാണാൻ അരുണിൻ്റെ ചങ്ങാതിമാർ ഒത്തുകൂടിയത് സിംഗ്ലി ഡ്രൈവിലെ ഞങ്ങളുടെ വീട്ടിൽ. വെള്ളയും നീലയും വരകളുള്ള അർജൻറ്റീനയുടെ ജേഴ്സി ധരിച്ചാണവർ കളി കാണാൻ വന്നത്. നിതിൻ മുരാരി, വിഷ്ണു, സുബ്ബു, സുജിത്, ശരത്, പിന്നെ അരുൺ. ഇവരിൽ വിഷ്ണു ഒഴികെ എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ. വിഷ്ണു M.Tech വിദ്യാർത്ഥി, നിതിൻ്റെ പ്രിയതമ വിനുവിൻ്റെ കുഞ്ഞനിയൻ. കുറ്റം പറയരുതല്ലോ, അരുണടക്കം എല്ലാവരും അർജൻറ്റീന ഫാൻസ്. അർജൻറ്റീനയുടെ മെസ്സി ഓരോ ഗോൾ അടിക്കുമ്പോഴും കേൾവിക്കാരുടെ നെഞ്ചു കലങ്ങുന്ന ആർപ്പുവിളികളും കയ്യടിയും. പന്ത് അർജൻറ്റീനയുടെ ഗോൾ വലയത്തിൽ വന്നു വീഴുമ്പോൾ കൂട്ടക്കരച്ചിൽ. ഫൈനലിൻ്റെ അന്ന് ഭീകരമായിരുന്നു അന്തരീക്ഷം. റെഗുലർ ടൈം കഴിഞ്ഞു, എക്സ്ട്രാ ടൈമും കഴിഞ്ഞു. കളി ഡ്രോ 3-3. പെനാൽറ്റി ഷൂട്ടൗട്ടിനൊടുവിൽ ഒരേ ഒരു ഗോളിന് അർജൻറ്റീന വിജയം ഉറപ്പാക്കി. വേൾഡ് കപ്പ് അർജൻറ്റീനയ്ക്ക് സ്വന്തം. മെസ്സിയുടെ സ്വർണ്ണപാദങ്ങളിൽ തട്ടി എതിർ ടീമിൻ്റെ ഗോൾ വലയിൽ ചരിത്രപ്രസിദ്ധമായ ആ ഗോൾ വീണ നിമിഷം നിതിൻ്റെ, ശരത്തിൻ്റെ അലർച്ചയോളം എത്തിയ ഒച്ചയുടെ പ്രകമ്പനത്തിൽ വീടിൻ്റെ മോന്തായം തകർന്നു വീഴുമെന്ന് ഞാൻ ഭയന്നു. കൊച്ചുമകൻ സിദ്ധു ശബ്ദം കേട്ടു പേടിച്ച കട്ടിലിൻ്റെ അടിയിലൊളിച്ചു. അർജൻറ്റീന ഫൈനലിൽ പൊട്ടിപ്പോയിരുന്നെങ്കിലോ? കാറുകൾക്ക് വിശ്രമിക്കാനുള്ളതാണ് ഫ്രണ്ട് യാർഡ്. അതിനല്ലേ ഗാരേജ് എന്ന് ന്യായമായി സംശയിക്കാം. വീട്ടിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കാത്തതും പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കപ്പെടാവുന്നതുമായ സാധനങ്ങളാണ് ഗാരേജ് സൂക്ഷിക്കുന്നത്. ഉല്ലാസയാത്രകൾക്ക് കൂടെ കൊണ്ടുപോകുന്ന ചെറിയ ടെൻറ്റ്, ഗ്യാസ് അടുപ്പ്, പോർട്ടബിൾ ഫാൻ, കിച്ചൺ വെയേഴ്സ്, ലൊട്ടുലൊടുക്കു സാമാനങ്ങൾ. മതിലും ഗേറ്റുമില്ലാത്ത ഫ്രണ്ട് യാർഡിൽ കാറ് പാർക്ക് ചെയ്താണ് വീട്ടുകാർ ദൂരയാത്രകൾക്ക് പോകുന്നത്. കാർ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന പേടിയില്ല ഒരു വീട്ടുകാരനും. 8-10 മണിക്കൂറിൻ്റെ യാത്രയാണെങ്കിൽ കാർ എടുക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഫ്ലൈറ്റ്.
നാട്ടിലെ ട്രെയിൻ സർവീസ് പോലെയാണ് അമേരിക്കയിൽ വിമാന സർവീസ്. ദിവസങ്ങളോളം ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യാൻ മടിയാണ് അമേരിക്കക്കാരന്. ഫ്ലൈറ്റാണ് പഥ്യം. ഗാരേജ് പോലെ തന്നെ വീട് പണിയുമ്പോൾ ഒഴിവാക്കിക്കൂടാത്ത മറ്റൊന്നുണ്ട്, ചിമ്മിനി. തണുപ്പ് കാലത്ത് കരിയോ വിറകോ കത്തിച്ച് വീട്ടിനകം ചൂട് ക്രമീകരിക്കാനാണ് പഴയ കാലത്ത് ചിമ്മിനി കെട്ടിയിരുന്നത്. സിറ്റിംഗ് റൂമിലായിരിക്കും ഇഷ്ടികയിൽ ചിമ്മിനി കെട്ടിപ്പൊക്കുന്നത്. വിറകും കരിയും കത്തുമ്പോഴുണ്ടാകുന്ന പുകയെ ചിമ്മിനി വീടിൻ്റെ മോന്തായത്തിന് മുകളിലേക്ക് സുരക്ഷിതമായി തള്ളിവിടുന്നു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്ന ഹീറ്ററാണ് സിറ്റിയിലെ വീടുകളിൽ. ചിമ്മിനിക്കകത്ത് ആരും കരിയും വിറകും കത്തിക്കുന്നില്ല. എങ്കിൽ ചിമ്മിനി വേണ്ടെന്ന് വെച്ചുകൂടെ? അതുമാത്രം പറയരുത്. ചിമ്മിനി വീടിൻ്റെ രൂപഭംഗി വർദ്ധിപ്പിക്കുന്നു, പഴയ കാലങ്ങൾ ഓർമ്മിക്കുകയും ആവാം. സെൻട്രലൈസ്ഡ് AC സിസ്റ്റമാണ് മിക്ക വീടുകൾക്കും. എങ്കിൽ ചിമ്മിനി വീടിനൊരു വെന്റിലേറ്ററായി മാറുന്നുണ്ടാവും. വിറകിൻ്റെ തുണ്ടുകൾ കണ്ടു. അരുണിൻ്റെ സുഹൃത്ത് സുമിത്തിൻ്റെ വീട്ടിലെ ചിമ്മിനിക്കകത്ത് ഒരു സ്വിച്ചിട്ടപ്പോൾ വിറക് തുണ്ടുകൾക്കിടയിൽ നിന്ന് ചെറിയ തീനാളങ്ങൾ ഉയരുന്നു. പക്ഷേ വിറക് കത്തുകയോ കരിയുകയോ ചെയ്യുന്നില്ല. വിറക് കത്തുന്നുണ്ട്, എന്നാൽ കരിയുന്നില്ലല്ലോ സുമിത്തേ. വിറകിൻ്റെ ചീളുകൾക്കിടയിലൂടെ തീരെ ചെറിയൊരു ഗ്യാസ് പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ സ്പാർക്ക് ഉണ്ടാകും. ഗ്യാസ് കത്തി തീനാളങ്ങൾ ഉണ്ടാവും. വിറക് കത്തുന്നു എന്ന് കാണുന്നവർക്ക് തോന്നുന്നു, പക്ഷേ വിറക് കത്തുന്നില്ല. എങ്ങനെയുണ്ട് അങ്കിൾ ഐഡിയ? സൂപ്പർ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.